وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ നന്മകളിലും അല്ലാഹു ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ പരിപൂർണ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അല്ലാഹു നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ധാരാളം വിഭിന്നങ്ങളായ സൃഷ്ടികൾ അല്ലാഹു സംവിധാനിച്ചു. മനുഷ്യരിൽ തന്നെ സ്ത്രീകളും പുരുഷന്മാരും, അതുപോലെ ലോകത്ത് അല്ലാഹു സംവിധാനിച്ച മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും അല്ലാഹു ഇണകളോടുകൂടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ പുരുഷൻ അല്ലാഹു നൽകുന്ന ഇണ സ്ത്രീയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ശത്രു സമൂഹം പ്രതിരോധത്തിൻ്റെ അമ്പുകൾ എഴുതിയിട്ടുള്ള ഒരു വിഭാഗമാണ് സ്ത്രീകളുടെ വിഷയങ്ങൾ. ആധുനിക ഫെമിനിസ്റ്റ്വാദികളും മോഡേൺവാദികളും ഒക്കെ സ്ത്രീകളുടെ വിഷയത്തിലാണ് ഇസ്ലാമിനെ ക്രൂരമ്പുകൾ കൊണ്ട് താഴ്ക്കാറുള്ളത്. എത്രത്തോളം വിശുദ്ധ ഇസ്ലാമിൻ്റെ സ്ത്രീകളുടെ ഇസ്ലാമിക വേഷവിധാനത്തിൽ പോലും കടന്നു കയറിയിട്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നുള്ള വാദഗതികളാണ് ഇന്ന് ആധുനിക സമൂഹത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാം ഒരു സ്ത്രീക്ക് നൽകിയിട്ടുള്ള പ്രാധാന്യവും സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ അതുപോലുള്ള മാന്യതയും മറ്റൊരു സമൂഹത്തിലും മറ്റൊരു മതത്തിലും ഇല്ല. നമുക്കറിയാം, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന, നമ്മുടെ വീടിൻ്റെ തൊട്ട് പറമ്പത്ത് നിൽക്കുന്ന നല്ലൊരു വാഴ, റോബസ്റ്റ എന്ന് പറയും. ഇവിടെ എന്താ, ചിങ്ങം വെള്ളം, നല്ല കുലച്ച് നിൽക്കുക. നമ്മൾ സ്വാഭാവികമായിട്ടും ആ കുല ഏകദേശം പാകമായി വരുന്നതോടുകൂടി തന്നെ നമ്മളെന്ത് ചെയ്യും, ഒന്നുകിൽ അതിൻ്റെ കരിയിലകളുണ്ടോ മറ്റൊക്കെ എന്ത് ചെയ്യും, വവ്വാലുകളും മറ്റു പറവകളും പക്ഷികളും കൊത്താതെ പരിപൂർണമായി സേഫ്റ്റിക്ക് വേണ്ടി നമ്മളെന്ത് ചെയ്യും, കൊല പൊതിഞ്ഞു നിർത്താറുണ്ട്, കുലയെ പൊതിഞ്ഞു നിർത്താറുണ്ട്. അപ്പം ഇപ്പുറത്ത് താമസിക്കുന്ന ഇക്ക വന്നിട്ട് പറയുന്നത്, എന്താ ഇനിയിപ്പോൾ ആ കുലയോട് എത്രയും വലിയ ക്രൂരത ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ടോ ആരെങ്കിലും? ആ കുലയ്ക്കുള്ള സ്വാതന്ത്ര്യം എന്നെ നഷ്ടപ്പെടുത്തിയത് എന്ന് ചോദിക്കാറുണ്ടോ? ഇതേ രീതി കൊണ്ട് മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്ത്രീ സമൂഹത്തിന് ഇസ്ലാം നൽകുന്ന വേഷവിധാനത്തിൻ്റെ മഹത്വം അവർക്ക് ശത്രു സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ അവരെ കൊത്തിയെടുക്കാൻ, റാഞ്ചിയെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിഭാഗത്തിൽ നിന്നും പരിശുദ്ധമായ രീതിയിൽ അവരുടെ ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള മാന്യമായ വസ്ത്രധാരണമാണ് ഒരു സ്ത്രീക്ക് അള്ളാഹു തആല നൽകിയിട്ടുള്ളത്. പർദ്ദ അല്ലെങ്കിൽ ഹിജാബ്, നിഖാബ്, ഇതൊക്കെ തന്നെ അപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹത്വമുള്ളവളാണ് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾക്ക് കൊടുത്തതുപോലെ പ്രാധാന്യം മറ്റൊരാൾക്കും അല്ലാഹു തആല കൊടുത്തിട്ടില്ല. ഒരു മാതാവിന്റെ വിഷയത്തിൽ പറയുമ്പോൾ തന്നെ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, ഞാൻ ആരോടാണ് കൂടുതൽ കടപ്പാടുള്ളത് റസൂൽ എന്ന് ചോദിച്ചപ്പോൾ നബിത്തങ്ങൾ ചോദ്യത്തിന് 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ നബിത്തങ്ങൾ മറുപടി പറഞ്ഞതാണ് എൻ്റെ ഉമ്മയോട്. 4ാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോഴാണ് എൻ്റെ വാപ്പയോട് പറഞ്ഞത്. സ്ത്രീക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള മഹത്വം ഒരു പെൺകുഞ്ഞിനെയോ അല്ലെങ്കിൽ രണ്ട് 3 പെൺമക്കളെയോ അല്ലെങ്കിൽ 2 സഹോദരിമാരെയോ ഒക്കെ നല്ല രീതിയിൽ ഇസ്ലാമിക അടിസ്ഥാനത്തിൽ വളർത്തി അവരെ പരിപാലിച്ച് വിവാഹം ചെയ്ത് കൊടുത്താൽ ആ പുരുഷന് കിട്ടുന്ന അല്ലെങ്കിൽ രക്ഷകർത്താവിന് കിട്ടുന്ന പ്രാധാന്യം, സ്ഥാനമാനങ്ങൾ വിശുദ്ധ ഇസ്ലാമിൽ ധാരാളം പുണ്യങ്ങൾ പറയുന്നുണ്ട്. എത്രത്തോളം വിശുദ്ധമായ ഇസ്ലാമിൽ ഒരു സ്ത്രീക്ക് തൻ്റെ ഗർഭകാലഘട്ടത്തിൽ, തൻ്റെ പ്രസവത്തിന്റെ സമയത്ത്, തൻ്റെ പിഞ്ചു കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയത്ത് പോലും വിശുദ്ധ ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന സ്ഥാനവും മാനവും വിശുദ്ധ ഹദീസ് നമ്മോട് പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ മർഅതു ഫി ഹംലിഹാ, ഒരു സ്ത്രീ തന്റെ ഗർഭത്തിന്റെ കാലഘട്ടം ഏതുവരെ, ഇലാ വദഇഹാ, ആ പ്രസവം നടക്കുന്നത് വരെ, ഗർഭത്തിന്റെ അവസ്ഥയായി ആ സ്ത്രീ ഗർഭവതിയായി പ്രസവിക്കുന്നത് വരെയും എന്ന് മാത്രമല്ല, ഇലാ ഖളാഇഹാ, ആ പ്രസവിച്ച് തന്റെ കുഞ്ഞിനെ മുലപ്പാല് കൊടുക്കുന്ന സമയം വരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീയെ ഉപമിച്ചത് കൽ മുറാബിത്തി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാവായ ഒരു ധീര വനിതയെ പോലെ, അല്ലെങ്കിൽ ധീര യോദ്ധാവിന്റെ സ്ഥാനമാണ് ഗർഭത്തിലെ സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം. ഗർഭം മുതൽ തുടങ്ങി പ്രസവിച്ചു തന്റെ കുഞ്ഞിന് പാല് കൊടുത്ത് കഴിയുന്നത് വരെയും ഒരു സ്ത്രീ തന്റെ അള്ളാഹു നൽകുന്ന സ്ത്രീക്ക് നൽകുന്ന സ്ഥാനം അള്ളാഹുവിന്റെ മാർഗത്തിൽ
ധീരമായി പോരാടുന്ന ഒരു യോദ്ധാവിന്റെ സ്ഥാനം. ബദറിലും മുഹദിലും ഒക്കെ രണാങ്കണത്തിൽ പോരാടിയ ചരിത്രം നമുക്കറിയാം. ആ പോരാട്ടത്തിന്റെ പ്രതിഫലമാണ് ഒരു സ്ത്രീക്ക് അല്ലാഹു തആല നൽകുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഫൈദ മാതത്തു ഫീമാ ബൈന ദാലിക, ഈ പീരീഡിനുള്ളിൽ ഒന്നുകിൽ ഗർഭത്തിന്റെ സമയത്തോ അല്ലെങ്കിൽ പ്രസവത്തിന്റെ സമയത്തോ കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയത്തോ ഈ കാലയളവിൽ ഒരു സ്ത്രീ മരണപ്പെട്ടു പോയാൽ അവൾക്ക് അല്ലാഹു നൽകുന്നത് ഫലഹ അജ്റു ഷഹീദി, ഷഹീദിന്റെ പ്രതിഫലം. അതാ പ്രസവിച്ച ഉടനെ മരിക്കപ്പെടുന്ന സ്ത്രീകൾ എന്താണ്? അവർക്ക് എന്താ പുണ്യം? പ്രസവത്തോടുകൂടി മരിക്കപ്പെടുന്ന സ്ത്രീകൾ അവർ ഷഹീദിന്റെ പ്രതിഫലമാണ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. അത്രയ്ക്ക് സ്ഥാനമാനങ്ങൾ ഉള്ള ഒരു വിഭാഗമാണ് സ്ത്രീകൾ. അതുപോലെ സ്ത്രീകളുടെ ഓരോ ഹിദമത്തിലും നമ്മുടെ വീടുകളിൽ ഒരുപാട്, നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ ഒരുപാട് കഷ്ടതകൾ സഹിക്കുന്നവരാണ്. നമ്മൾ 1,00,000 രൂപ മാസത്തിൽ അവർക്ക് ശമ്പളം കൊടുത്താലും മതിയാകുമോ? ഇത് ചിന്തിച്ച് നോക്കിക്കേ. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് ഒരു സുഹൃത്ത് തന്റെ സുഹൃത്തിന് സുഖമില്ലാതെ വൈഫ് ഹൗസിലാണ്. അപ്പൊ അദ്ദേഹം നമ്മോട് ഇങ്ങനെ രസകരമായി പറയുകയുണ്ടായി. ആളെയൊന്നും പറയുന്നില്ല. അപ്പൊ ഏതായാലും അപ്പോ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഇണയില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് തുണയാകേണ്ട നമ്മുടെ ഭാര്യമാരില്ല എങ്കിൽ അതിന്റെ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ മഹത്വമുള്ള ഒരു ശക്തിയാണ് നമ്മുടെ ആരും സ്ത്രീകൾ അല്ലെങ്കിൽ ഇണകൾ, ഭാര്യമാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും പരിപൂർണമായി മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ നന്മകളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമുക്കെല്ലാം അല്ലാഹു വിജയം നൽകി അനുഗ്രഹിക്കും.